Very good morning to all. Today we will discuss about different types of planning. So planning is very important for successful and the effective performance of an organization, not only for organizations but also for individuals. It is the most basic of all the managerial functions. It involves selecting mission and objective and the actions to achieve them. Therefore, every organization gives a greater emphasis on planning. സോ പ്ലാനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആസൂത്രണം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ്. ആൻഡ് ദ എഫക്റ്റീവ് പെർഫോമൻസ് ഓഫ് എൻ ഓർഗനൈസേഷൻ എന്താണ്, അതേപോലെ തന്നെ ഒരു സ്ഥാപനത്തിൻ്റെ ഇഫക്റ്റീവായിട്ടുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് വേണ്ടി മാത്രമല്ല, നോട്ട് ഓൺലി ഫോർ ദ ഓർഗനൈസേഷൻ ബട്ട് ആൾസോ ഫോർ എന്താണ് ഇൻഡിവിജ്വൽസ്, ഒരു വ്യക്തിക്കും ഒരു സ്ഥാപനത്തിൻ്റെയും നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ്. അല്ലെങ്കിൽ പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്ഥാപനത്തിൻ്റെയും ഒരു വ്യക്തിയുടെയും ലൈഫിൽ. സോ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ബേസിക് ഓഫ് ഓൾ മാനേജീരിയൽ ഫങ്ഷൻസ്. എല്ലാ മാനേജീരിയൽ ഫങ്ഷൻസിൻ്റെയും ഏറ്റവും വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഫങ്ഷനാണ് പ്ലാനിങ്. കാരണം പ്ലാനിങ്ങിൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഇൻവോൾവ്സ് സെലക്ടിങ് മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ് ആൻഡ് ദ ആക്ഷൻസ് ടു അച്ചീവ് ദം. പ്ലാനിങ് എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു? നമ്മുടെ മിഷനെയും ഒബ്ജക്റ്റീവിനെയൊക്കെ സെലക്ട് ചെയ്യുകയും അത് നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഏർപ്പെടുകയും ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. ദെർഫോർ അതുകൊണ്ട് തന്നെ എവരി ഓർഗനൈസേഷൻ ഗിവ്സ് എ ഗ്രേറ്റർ എംഫസിസ് ഓൺ പ്ലാനിങ്. എല്ലാ സ്ഥാപനങ്ങളും പ്ലാനിങ്ങിന് വളരെയധികം നൽകുന്നുണ്ട്, പ്രാധാന്യം നൽകുന്നുണ്ട്. So types of planning. The process of planning may be classified into different categories on the following basis. താഴെ പറയുന്ന രീതിയിൽ പല രീതിയിൽ നമുക്ക് പ്ലാനിങ്ങിനെ നമുക്ക് തരംതിരിക്കാവുന്നതാണ്. നാച്ചർ ഓഫ് പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലാനിങ്ങിനെ രണ്ടായിട്ട് തരംതിരിക്കാം: ഫോർമൽ പ്ലാനിങ് ആൻഡ് ഇൻഫോർമൽ പ്ലാനിങ്. ഇനി ഡ്യൂറേഷൻ ഓഫ് പ്ലാനിങ് ആണെങ്കിൽ അതിന് രണ്ടായിട്ട് തരംതിരിക്കാം: ഷോർട്ട് ടേം പ്ലാനിങ് ആൻഡ് ലോങ് ടേം പ്ലാനിങ്. ഇനി ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ആണെങ്കിൽ സ്ട്രാറ്റജിക് പ്ലാനിങ്, ഇൻ്റർമീഡിയറ്റ് പ്ലാനിങ്, ഓപ്പറേഷണൽ പ്ലാനിങ് എന്ന് മൂന്നായിട്ട് തരംതിരിക്കാം. 3 ലെവലാണല്ലോ ഉള്ളത്. യൂസിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ 2 തരത്തിൽ തരംതിരിക്കാം: സ്റ്റാൻഡിങ് പ്ലാൻസ് ആൻഡ് സിംഗിൾ യൂസ് പ്ലാൻസ്. നോക്കുക ഫോർമൽ പ്ലാനിങ്. സോ പ്ലാനിങ് ഈസ് ഫോർമൽ വെൻ ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ടു റൈറ്റിംഗ്. എഴുതുന്ന രീതിയിലാകുന്ന സമയത്താണ് അതിനെ നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഫോർമൽ പ്ലാനിങ് ആയിട്ട് പറയുന്നത്. വെൻ ദ നമ്പേഴ്സ് ഓഫ് ആക്ഷൻസ് ആർ ലാർജ് ഇറ്റ് ഈസ് ഗുഡ് ടു ഹാവ് എ ഫോർമൽ പ്ലാൻ സിൻസ് ഇറ്റ് വിൽ ഹെൽപ്പ് ആൻ ആഡ്വക്കേറ്റ് കൺട്രോൾ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് മനസ്സിൽ മാത്രം വെക്കാതെ അതൊരു റൈറ്റിങ്ങിലാക്കുക. ഓക്കെ, അപ്പോൾ അത് ഒരുപാട് ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നല്ലത്, ഒരു റൈറ്റിംഗ് ആയിട്ട് ഒരു ഫോർമൽ പ്ലാൻ ആകുന്നതാണ് നല്ലത്. അത് സഹായിക്കും, നല്ല രീതിയിൽ കൺട്രോൾ കിട്ടുവാനൊക്കെ അല്ലെങ്കിൽ കൺട്രോൾ എക്സസൈസ് ചെയ്യാനൊക്കെ സഹായിക്കും, ഫോർമൽ പ്ലാനിങ് സഹായിക്കും. ആൻഡ് ദ ടേം ഫോർമൽ മീൻസ് ഒഫീഷ്യൽ ആൻഡ് റെക്കഗ്നൈസ്ഡ്. ഫോർമൽ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളത് നോക്കിയാണ് ഫോർമലിൻ്റെ മീനിങ്. സോ എനി പ്ലാനിങ് ക്യാൻ ബി ഡൺ ഒഫീഷ്യലി ടു ബി ഫോളോഡ് ഓർ ഇംപ്ലിമെൻറ്റഡ്. നമുക്ക് ഏത് പ്ലാനിങ്ങും ചെയ്യാം, ഒഫീഷ്യലി ചെയ്യാം, അല്ലെങ്കിൽ ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ നമുക്ക് ചെയ്യാം, ഒഫീഷ്യലി ചെയ്യാവുന്നതാണ്. ആൻഡ് ഫോർമൽ പ്ലാനിങ് ഈസ് എയിംസ് ടു ഡിറ്റർമിൻ ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് പ്ലാനിങ്. ഫോർമൽ പ്ലാനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ചെയ്യുക, തീരുമാനിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ ആക്ഷൻ ദാറ്റ് ഡിറ്റർമിൻ ഇൻ അഡ്വാൻസ് വാട്ട് ഷുഡ് ബി ഡൺ. നമ്മൾ എന്താണ് ആദ്യമേ ചെയ്യേണ്ടത്. പ്ലാനിങ്ങിൻ്റെ മീനിങ് തന്നെ വാട്ട് ഷുഡ് ബി ഡൺ ഇൻ അഡ്വാൻസ്. ഒരു അഡ്വാൻസ് ആയിട്ട് നമ്മൾ ആദ്യമേ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നതാണ് ഫോർമൽ പ്ലാനിങ്. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് പ്രോപ്പർ കോപ്പറേഷൻ എമംഗ് എംപ്ലോയീസിൽ ആളുകൾ തമ്മിൽ, അല്ലെങ്കിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആളുകളാണ് എംപ്ലോയീസ്. അപ്പോൾ ആ ജോലിക്കാരുകൾ തമ്മിൽ എന്തുണ്ടാകുന്നു, ഒരു കോപ്പറേഷൻ, ഒരു സഹകരണം ഉണ്ടാകുന്നു. യൂണിറ്റി ഓഫ് ആക്ഷൻ, കാരണം എല്ലാവരും പ്ലാൻ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവേണ്ടതില്ല, പ്രവർത്തനങ്ങളെല്ലാം ഒരേ രീതിയിലായിരിക്കും. അതാണ് യൂണിറ്റി ഓഫ് ആക്ഷൻ. എക്കോണമി ലാഭകരമാണ്. ആൻഡ് പ്രോപ്പർ കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ. നേരത്തെ പറഞ്ഞല്ലോ കോപ്പറേഷൻ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്തുണ്ടാകും, കോർഡിനേഷനും കൺട്രോളും ഉണ്ടാകും.
ആൻഡ് ചൂസിങ് ദ റൈറ്റ് ഒബ്ജക്റ്റീവ് ആൻഡ് എന്താണ് ഫ്യൂച്ചർ പ്ലാൻ. ഇത്രയാണ് എന്ത് റൈറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിരിക്കും ഫോർമൽ പ്ലാനിലൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് തിരഞ്ഞെടുക്കേണ്ടത്. അതേപോലെ ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കും, ഭാവിയിലേക്കുള്ള ഒരു വാതിലായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അടുത്താണ് ഇൻഫോർമൽ പ്ലാൻ. ആൻ ഇൻഫോർമൽ പ്ലാൻ ഈസ് വൺ വിച്ച് ഈസ് നോട്ട് ഇൻ റൈറ്റിംഗ് ബട്ട് ഇറ്റ് ഈസ് കൺസീവ്ഡ് ഇൻ ദ മൈൻഡ് ഓഫ് ദ മാനേജർ. എന്താണ് റൈറ്റിംഗ് ആയിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ ആരുടെ മനസ്സിലുണ്ടാവും, മാനേജറുടെ മനസ്സിൽ വളരെ കൃത്യമായിട്ടുണ്ടാവും, പ്ലാനിങ് ഉണ്ടാവും. ഇൻഫോർമൽ പ്ലാനിങ് വിൽ ബി ഇഫക്റ്റീവ് വെൻ ദ നമ്പർ ഓഫ് ആക്ഷൻസ് ഈസ് ലെസ് ആൻഡ് ആക്ഷൻസ് ഹാവ് ടു ബി ടേക്കൺ ഇൻ ഷോർട്ട് പീരിയഡ്. എന്താണ് ഏത് സമയത്ത് ഇത് കൂടുതൽ ആഡിക്കേറ്റ് ആവുക, ഒരുപാട് ആക്ഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഓർത്തെക്കാൻ പറ്റുമോ, അത് ഓർത്തെക്കാൻ പറ്റില്ല. അപ്പം നമ്പർ ഓഫ് ആക്ഷൻസ് കുറവും, അതേപോലെ ഒരു ചെറിയ ഷോർട്ട് പീരീഡിലേക്കാണ് അല്ലെങ്കിൽ കുറഞ്ഞ സമയത്തേക്കാണ് എന്ത് ചെയ്യേണ്ടത്, ആ ആക്ഷനൊക്കെ എടുക്കേണ്ടത് എങ്കിൽ ആ സമയത്ത് ഏതാണ് നല്ലത്, ഇൻഫോർമൽ പ്ലാനിങ് ആണ് നല്ലത്. അടുത്തതാണ് ഷോർട്ട് ടേം പ്ലാനിങ്. ടേമിൻ്റെ അടിസ്ഥാനത്തിൽ യൂസ് നോക്കുക. എന്താണ് ഷോർട്ട് ടേം പ്ലാനിങ് ഈസ് ദ പ്ലാനിങ് വിച്ച് കവേഴ്സ് ലെസ് ദാൻ 2 years. 2 വർഷത്തിൽ കുറഞ്ഞ എന്താണ് 0 to 2 years വരെയുള്ള പ്ലാനിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷോർട്ട് ടേം പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് മസ്റ്റ് ബി ഫോർമുലേറ്റഡ് ഇൻ എ മാനർ കൺസിസ്റ്റൻ്റ് വിത്ത് എ ലോങ് ടേം പ്ലാൻസ്. എന്താണ് ലോങ് ടേം പ്ലാൻ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് എന്നും ചെയ്യുന്നത്, ഷോർട്ട് ടേം പ്ലാനിങ് ചെയ്യുന്നത്. എന്താണ് പീരീഡ് എന്തായിരിക്കും, കുറവായിരിക്കും. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ടാക്റ്റിക്കൽ പ്ലാനിങ്. ടാക്റ്റിക്കൽ തന്ത്രപരമായിട്ടുള്ള പ്ലാനിങ് ആയിട്ട് അല്ലെങ്കിൽ തന്ത്രപരമായ ആസൂത്രണം എന്നുള്ള രീതിയിലാണ് ഇതിനെ എന്ത് ചെയ്യാറുള്ളത്, കൺസിഡർ ചെയ്യാറുള്ളത്. ഷോർട്ട് ടേം പ്ലാൻസ് ആർ കൺസേൺഡ് വിത്ത് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യേണ്ടത് നമുക്ക് ചെയ്യേണ്ടത്. ആൻഡ് ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ അവൈലബിൾ റിസോഴ്സസ് ഓൺലി ആൻഡ് ഈസ് കൺസേൺഡ് വിത്ത് കറൻറ്റ് ഓപ്പറേഷൻസ് ഓഫ് ദ ബിസിനസ്. അപ്പോൾ അത് നിലവിൽ കയ്യിലുള്ള റിസോഴ്സസ് വെച്ചുകൊണ്ട്, കാരണം ഭാവിയിൽ കിട്ടാനുണ്ട് എന്ന് റിസോഴ്സസ് കിട്ടാനുണ്ട് എന്നുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള റിസോഴ്സുകൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഷോർട്ട് ടേം പ്ലാനിങ് എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. അപ്പോൾ ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ അവൈലബിൾ റിസോഴ്സസ് ഓൺലി. ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസുകളെ മാത്രമേ അതെന്ത് ചെയ്യുന്നുള്ളൂ, പരിഗണിക്കുന്നുള്ളൂ. ആൻഡ് ആൾസോ കറൻറ്റ് ഓപ്പറേഷൻസ് ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് ഓപ്പറേഷനെയും കയ്യിലുള്ള റിസോഴ്സസിനെയൊക്കെ വെച്ചുകൊണ്ടാണ് എന്താ തയ്യാറാക്കുന്നത്, ഷോർട്ട് ടേം പ്ലാനിങ് എന്ത് ചെയ്യുന്നത്, തയ്യാറാക്കുന്നത്. ഇതിന് അഡ്വാൻറ്റേജ് ഇറ്റ് ക്യാൻ ബി ഈസിലി അഡ്ജസ്റ്റബിൾ. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ട് ടേം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യുവാൻ സാധിക്കും. ചേഞ്ചസ് ക്യാൻ ബി മെയ്ഡ് ആൻഡ് ഇൻകോപ്പറേറ്റഡ്. അതിൻ്റെ ഒരു പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് കുറവായതുകൊണ്ട് തന്നെ മാറ്റങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, വരുത്താൻ പറ്റും. ഈസി ടു ഗേജ് ആണ്. അതേപോലെ തന്നെ ഓൺലി ലിറ്റിൽ റിസോഴ്സസ്, ഒരുപാട് വിഭവങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല. വളരെ കുറഞ്ഞ വിഭവങ്ങളൊക്കെ ഇതിന് ആവശ്യമുള്ളൂ. ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത് വെരി ഷോർട്ട് പീരീഡ് ലെഫ്റ്റ് ഓവർ തിങ്സ് വിൽ ബി മോർ. വളരെ ചെറിയ പീരീഡിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ചെയ്ത് തീർക്കേണ്ടി വരും. അതേപോലെ ഡിഫിക്കൽട്ട് ടു മൊബിലൈസ് ദ റിസോഴ്സസ്. ചുരുങ്ങിയൊരു കാലം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ വിഭവങ്ങൾ നമുക്ക് മൊബിലൈസ് ചെയ്യാൻ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുവാൻ സാധിക്കുകയില്ല. അതിനെ മൊബിലൈസ് ചെയ്യുക എന്ന് പറയും അല്ലേ. ഡിഫിക്കൽട്ട് ടു മൊബൈൽസ് ദ റിസോഴ്സസ്. ദെൻ കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ വിൽ നോട്ട് ബി കംപ്ലീറ്റഡ്. കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ ഒരു പക്ഷേ എന്ത് ചെയ്തുകൊള്ളുന്നില്ല, കമ്മ്യൂണിക്കേറ്റഡ് ആയിക്കൊള്ളുന്നത്. കാരണം ഷോർട്ട് ടേം ആണ്, കുറഞ്ഞ കാലയളവേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ കാലയളവിൽ കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ എന്ത് ചെയ്തുകൊള്ളുന്നില്ല, കംപ്ലീറ്റഡ് ആയിക്കൊള്ളുന്നില്ല. അതേപോലെ എല്ലാ മൊബൈലായിട്ട് റിസോഴ്സസുകൾ എത്തിക്കാൻ പറ്റിക്കൊള്ളുന്നുമില്ല. ദെൻ ലോങ് ടേം പ്ലാനിങ്. The long-term planning usually covers the period more than 5 years, mostly between 5 and 15 years. അതായത് വളരെ ഒരു വലിയ ലോങ് പീരീഡ് അല്ലെങ്കിൽ വളരെ ഒരു വലിയ കാലാവധിയാണ് സാധാരണയായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ലോങ് ടേം പ്ലാനിലുണ്ട്. അത് 5 മുതൽ 15 വർഷം വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവാണ് എന്തിലുണ്ടാവുന്നത്, ലോങ് ടേം പ്ലാനിങ്ങിൽ ഉണ്ടാവുന്നത്. It deals with the broader technological and competitive aspects of the organization as well as allocation of resources over relatively long time period. It deals with the broader technological and competitive aspect. ആ ഒരു സ്ഥാപനത്തിൻ്റെ വലിയ തോതിലുള്ള സാങ്കേതികപരമായിട്ടുള്ളതും അതേപോലെ കോമ്പറ്റീഷൻ അതായത് പരമായിട്ടുള്ളതും ഒക്കെയുള്ള, അതേപോലെ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് അതിൻ്റെ നിലവിലുള്ള വിഭവങ്ങളെ അലോക്കേറ്റ് ചെയ്യുന്ന, ലോങ് പീരീഡിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇത് കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്,
ബന്ധപ്പെട്ട് കിടക്കുന്നത്. ആൻഡ് ലോങ് ടേം പ്ലാനിങ് ഈസ് കൺസിഡർഡ് ആസ് എന്താണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്നാണ് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? സ്ട്രാറ്റജിക് പ്ലാനിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് എന്താണ്? സഫീഷ്യൻറ്റ് ടൈം ടു പ്ലാൻ ആൻഡ് ഇംപ്ലിമെൻറ്റ്. കാരണം എന്താണ്, ഒരു വളരെ വലിയ ഒരു കാലാവധി അതിൻ്റെ ഉണ്ട്. ഇഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് ചേഞ്ചസ് മേ ബി മെയ്ഡ് ഗ്രാജ്വലി. എന്താണ്, നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ചേഞ്ച് ചെയ്യണമെന്നില്ല. കാരണം സമയമുള്ളത് കൊണ്ട് എന്താണ് 5 മുതൽ 15 വർഷം വരെ നീണ്ടു നിൽക്കുന്നത് നമ്മൾ പറഞ്ഞു ലോങ് ടേം എന്ന് പറയുമ്പോൾ. അപ്പം എന്താണ്, ഗ്രാജ്വലി നമുക്ക് എന്ത് ചെയ്താൽ മതി, മാറ്റങ്ങൾ ഇതിൽ കൊണ്ടുവരാൻ സാധിക്കും. അതേപോലെ പീരിയോഡിക് ഇവാലുവേഷൻ ഈസ് പോസിബിൾ. എന്താണ്, ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുന്ന ഒരു 2 വർഷം, ഓരോ 2 വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോഴൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. ത്രസ്റ്റ് ഏരിയാസ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ഈസിലി. എന്നാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയകൾ ഏതാണെന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കുവാൻ സാധിക്കും. ദെൻ വീക്ക്നെസ് ക്യാൻ ബി സ്പോട്ടഡ് ആൻഡ് റെക്ടിഫൈഡ്. ദെൻ എന്താണ്, ആൻഡ് ദറിൽ എന്താണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യുവാൻ സാധിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ എന്താണ് അഡ്വാൻറ്റേജസ്. അടുത്ത നമ്മൾ പറയുന്നത് ഡിസഡ്വാൻറ്റേജസ് ആണ്. പ്രഡിക്ഷൻ ഈസ് ഡിഫിക്കൾട്ട്. എന്നാണ്, നമുക്ക് ഇപ്പോൾ 10-12 കൊല്ലത്തേക്ക് ഉള്ള ഒരു പ്ലാനാണ് നമ്മൾ എന്ത് ചെയ്യുക, തയ്യാറാക്കുക. അപ്പോൾ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഫുൾ ഓഫ് അൺസർട്ടനിറ്റീസ് എന്നാണ് അല്ലേ. എന്നാണ്, നമുക്ക് സ്വാഭാവികമായിട്ടും നാളെ എന്ത് സംഭവിക്കുന്നു വരെ നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നിപ്പോൾ എന്താണ്, ഒരു ഇത്രയും വർഷത്തെ ഒരു ലോങ് ടേം പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാട് അനിശ്ചിതത്വങ്ങൾ അതിൻ്റെ അകത്തുണ്ടാവും. അതാണ് ഫുൾ ഓഫ് അൺസർട്ടനിറ്റീസ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടാർഗറ്റ്സ് മേ നോട്ട് ബി അച്ചീവ്ഡ് ഇൻ ഫുൾ. എന്നാണ്, ഫിക്സ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സും ടാർഗറ്റ്സും എന്ത് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, മുഴുവനായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതേപോലെ എന്താണ്, ഒരുപാട് വിഭവങ്ങളുടെ ആവശ്യമുണ്ട്. മോർ റിസോഴ്സസ് റിക്വയർഡ്. എന്നാണ്, ഒരുപാട് വിഭവങ്ങളുടെ ആവശ്യകത അതിൻ്റെ അകത്തുണ്ടാവും. ഇതിനടുത്താണ് സ്ട്രാറ്റജിക് പ്ലാനിങ്. സ്ട്രാറ്റജിക് പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് ദ പോളിസീസ് ആൻഡ് സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ടു അച്ചീവ് ദോസ് ഒബ്ജക്റ്റീവ്സ്. എന്താണ് സ്ട്രാറ്റജിക് പ്ലാനിങ്? സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. എന്താണ്, ഒരു സ്ഥാപനത്തിൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എന്നാൽ ഏറ്റവും പ്രധാന ഓവറോൾ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫോർ വാട്ട് ദ പർപ്പസ്, ഓർഗനൈസേഷൻ്റെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസാണ് എന്ത്, അതിൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ്. ആ ഓവറോൾ ഒബ്ജക്റ്റീവ് തീരുമാനിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. അത് കൂടാതെ ആൻഡ് ഓൾ ദ പോളിസീസ് ആൻഡ് സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ടു അച്ചീവ് ദോസ് ഒബ്ജക്റ്റീവ്. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചിട്ടുള്ള ആ ഒബ്ജക്റ്റീവ് നേടിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, പോളിസീസ് എന്തൊക്കെയാണ് എന്നുകൂടി തീരുമാനിക്കുന്ന ഇതിൻ്റെ ഭാഗമാണ്, സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. സോ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ ദ ടോപ്പ് മാനേജ്മെൻറ്റ്. എന്താണ്, ടോപ്പ് മാനേജ്മെൻ്റ് ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. CEO, പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, ജനറൽ മാനേജേഴ്സ്, സോ ആൻഡ് സോ അങ്ങനെയുള്ള ആളുകളാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ ഭാഗമാവുന്നത്. സോ ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് പ്ലാനിങ് ആൻഡ് മേ കവർ എ ടൈം പീരീഡ് അപ് ടു 10 years. എന്താണ്, ആ ഒരു ലോങ് റേഞ്ച് പ്ലാനിങ് ആണ്. ഒരു 10 വർഷം വരെയൊക്കെ എന്ത് ചെയ്യാം, ഇതിന് സമയം എന്താവുന്നതാണ്, എടുക്കാവുന്നതാണ്. Then it basically deals with the total assessment of the organization's capabilities, its strength and its weakness, and an objective evaluation of the dynamic environment. അപ്പോൾ ഇത് ബേസിക്കലി ഇത് ബന്ധപ്പെടുന്ന മേഖലകൾ എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷൻ്റെ ഒരു ടോട്ടൽ അസസ്മെൻറ്റ്, അതായത് ആ ഓർഗനൈസേഷൻ എത്രത്തോളം കഴിവുകളുണ്ട്, അതിൻ്റെ സ്ട്രെങ്ത് എന്താണ്, അതിൻ്റെ വീക്ക്നെസ് എന്താണ്, അതേപോലെ എന്താണ് ഒബ്ജക്റ്റീവ്, ആ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഡൈനാമിക് ഈ മാറി വരുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മാറി വരുന്ന എൻവയോൺമെൻറ്റ് അനുസരിച്ചിട്ട് എത്രത്തോളം പ്രസക്തി അതിൻ്റെ ഒബ്ജക്റ്റീവിനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. ആൻഡ് ദ പ്ലാനിങ് ആൾസോ ഡിറ്റർമിൻ ദ ഡയറക്ഷൻ ഓഫ് ദ കമ്പനി വിൽ ബി ടേക്കിംഗ് ഇൻ അച്ചീവിങ് ദീസ് ഗോൾസ്. എന്താണ് ഇന്ന് ഡിസ്കസ് ചെയ്യും, വാട്ട് ദ ഡയറക്ഷൻ എന്നാണ്, ഈ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കുവാൻ ഏത് ഡയറക്ഷനിലാണ് ആ സ്ഥാപനം എന്ത് ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്നു ഇതിൻ്റെ ഭാഗമായിട്ട് തീരുമാനിക്കപ്പെടും, സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് തീരുമാനിക്കപ്പെടുന്നുണ്ട്. ഇതിനടുത്തതാണ് ഇൻ്റർമീഡിയറ്റ് പ്ലാനിങ്. ഇൻ്റർമീഡിയറ്റ് പ്ലാനിങ് കവേഴ്സ് ദ ടൈം ഫ്രെയിം അബൌട്ട് 6 months to 2 years and it is contemplated by the middle level management or middle management which includes the functional managers,
ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് ആൻഡ് എന്താണ് പ്രോഡക്റ്റ് ലൈൻ മാനേജേഴ്സ് എന്താണ്. അപ്പോൾ സാധാരണയായിട്ട് 6 മാസം മുതൽ 2 വർഷം വരെ എന്ത് ചെയ്യുന്നത് നിലനിൽക്കുന്ന, അതേപോലെ എന്താണ് സാധാരണയായിട്ട് മിഡിൽ ലെവൽ മാനേജേഴ്സ് ആയിട്ടുള്ള എന്താണ് ഫങ്ഷണൽ മാനേജേഴ്സ്, അതായത് മാർക്കറ്റിംഗ് മാനേജർ, ഫിനാൻസ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, ഇവയൊക്കെയാണ് ഫങ്ഷണൽ മാനേജേഴ്സ്. അതേപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, പ്രൊഡക്റ്റ് ലൈൻ മാനേജേഴ്സ് ഒക്കെ ആയിട്ടാണ് ആളുകൾ തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ ഒരു ടൈം ഫ്രെയിമാണ് എന്താ, അല്ലെങ്കിൽ കവർ ചെയ്യുന്ന ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിലുള്ള ആസൂത്രണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റർമീഡിയറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. സോ ദേ ആൾസോ ഹാവ് ദ ടാസ്ക് ഓഫ് പോളിഷിങ് ദ ടോപ്പ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിക് പ്ലാൻസ്. എന്താണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ സ്ട്രാറ്റജിക് പ്ലാനിന് എന്ത് ചെയ്യുക, ഒന്ന് പോളിഷ് ചെയ്യുക, ഒന്ന് വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, അവതരിപ്പിക്കുക, ആ രീതിയിൽ എന്ത് ചെയ്യുക, പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. And the middle management will have a critical look at the resources available, and they will determine the most effective and efficient mix of human, financial and material factors. അതുപോലെ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഹാവ് എ ക്രിട്ടിക്കൽ ലുക്ക്. കാരണം എന്താണ്, എത്രത്തോളം റിസോഴ്സസുകൾ അവൈലബിൾ ആണ്, അതേപോലെ എന്താണ് അങ്ങനെ ആ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിൻ്റെ അടിസ്ഥാനത്തിൽ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് തന്നെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മിക്സ് ഓഫ് എന്താണ് ഹ്യൂമൻ ആയിട്ടുള്ളതും ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ഫാക്ടേഴ്സൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് എന്തുണ്ടാവും, ഒരു ടീം ഉണ്ടാക്കും. ആൻഡ് ദേ റിഫൈൻ ദ ബ്രോഡ് സ്ട്രാറ്റജിക് പ്ലാൻസ് ഇൻ ടു മോർ വർക്കബിൾ ആൻഡ് റിയലിസ്റ്റിക് പ്ലാൻ. എന്താണ് അവർ എങ്ങനെ മാറ്റും, അതായത് സ്ട്രാറ്റജിക് പ്ലാനിനെ ഒന്നും കൂടി വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവർ റിഫൈൻ ചെയ്യും, അതിനൊന്ന് ശുദ്ധീകരിക്കും. ഓക്കെ, അതാണ് എന്തിൻ്റെ ഉദ്ദേശം, ഇൻ്റർമീഡിയറ്റ് പ്ലാനിങ്ങിൽ എന്ത് ചെയ്യണത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്താണ് ഓപ്പറേഷണൽ പ്ലാനിങ്. ഓപ്പറേഷണൽ പ്ലാനിങ് ഡീൽസ് വിത്ത് ഓൺലി കറൻറ്റ് ആക്ടിവിറ്റീസ്. ഇറ്റ് കീപ്സ് ദ ബിസിനസ് റണ്ണിങ്. എന്താണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കറണ്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ് ഓപ്പറേഷണൽ പ്ലാനിങ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ റണ്ണിങ്ങിന് എന്ത് ചെയ്യുക, സഹായിക്കുക. ആൻഡ് ദീസ് പ്ലാൻസ് ആർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ലോവർ മാനേജ്മെൻറ്റ് ആൻഡ് ആർ കൗണ്ടഡ് ബൈ യൂണിറ്റ് സൂപ്പർവൈസേഴ്സ് ഓർ ഫോർമാൻ എക്സെട്ര. ഓക്കെ, അപ്പം ദീസ് പ്ലാൻസ് ആർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ലോവർ മാനേജ്മെൻറ്റ്. എന്താണ് ലോവർ മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ആരാ കണ്ടക്ട് ചെയ്യുന്നത്, സൂപ്പർവൈസേഴ്സോ ഫോർമാൻ പോലുള്ള ആളുകളൊക്കെ ആയിരിക്കും ഇതെന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ദീസ് ആർ ഷോർട്ട് റേഞ്ച് പ്ലാൻസ് കവറിങ് എ ടൈം സ്പാൻ ഫ്രം 1 വീക്ക് ടു 1 ഇയറിൽ. എന്താണ് ഒരു ചെറിയ ഒരാഴ്ച മുതൽ 1 വർഷം വരെ ഉള്ള എന്താണ് ഷോർട്ട് റേഞ്ച് പ്ലാനുകളാണെന്തോ ഓപ്പറേഷണൽ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. These are more specific and they determine how a specific job is to be completed in the best possible way. ഇത് കുറച്ചും കൂടി ഒരു സ്പെസിഫിക് പ്ലാൻ ആണ്. അതായത് ഒരു പ്രത്യേകതരം ജോലി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജോബ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, വളരെ നല്ല രീതിയിൽ എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യുവാൻ സാധിക്കും എന്നൊക്കെ എന്ത് ചെയ്യുന്ന തീരുമാനിക്കുന്ന തരത്തിലുള്ള പ്ലാനിങ് ആണ് ഓപ്പറേഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത്. സോ മോസ്റ്റ് ഓപ്പറേഷണൽ പ്ലാൻസ് ആർ ഡിവൈഡ് ഇൻ ടു എന്താണ് ഫങ്ഷണൽ ഏരിയാസ്. എന്താണ് പ്രൊഡക്ഷൻ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, അതേപോലെ HR, പേഴ്സണൽ, ഇങ്ങനെയുള്ള ഫങ്ഷണൽ ഏരിയകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓപ്പറേഷണൽ പ്ലാനിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് എന്താ സ്റ്റാൻഡിങ് പ്ലാൻ യൂസിൻ്റെ അടിസ്ഥാനത്തിൽ. സോ സ്റ്റാൻഡിങ് പ്ലാൻ ഈസ് വൺ വിച്ച് ഈസ് ഡിസൈൻഡ് ടു ബി യൂസ്ഡ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. എന്താണ് അത് നമ്മൾ വീണ്ടും വീണ്ടും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ, അത് വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. സബ്ജക്റ്റീവ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, മെത്തേഡ്സ്, റൂൾസ് ആൻഡ് സ്ട്രാറ്റജീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ സ്റ്റാർട്ടിംഗ് പ്ലാൻസ്. കാരണം ഒരു റൂൾ എന്ന് പറയുന്നത് ഒരു സമയത്തേക്ക് മാത്രമുള്ളതാണോ, അല്ല. എന്താണ് ആ ഒരു സാഹചര്യം വരുന്ന സമയത്ത് എല്ലാ സമയത്തും അത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നു, ആരംഭിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ നേരം വൈകി വരുന്ന ആളുകൾക്ക് അറ്റൻഡൻസ് കട്ട് ചെയ്യും. 15 മിനിറ്റിനുള്ളിൽ ശേഷം വരുന്ന ആളുകൾക്ക് അറ്റൻഡൻസ് കട്ട് ചെയ്യുന്നത് റൂളാണ്. അത് ഒരു ദിവസത്തേക്ക് മാത്രമുള്ളതാണോ, എല്ലാ ദിവസവും അതെന്താണ് ഈ 15 മിനിറ്റിന് ശേഷം വരുന്ന ആളുകളുടെ കാര്യത്തിൽ ഇത് ആവർത്തിക്കപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, ഉപയോഗിക്കുന്ന പ്ലാനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാൻഡിങ് പ്ലാൻ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് നാച്ചർ ഈസ് മെക്കാനിക്കൽ. ഇറ്റ് ഹെൽപ്സ് ടു എക്സിക്യൂട്ട് റെഡ്യൂസ് ദെയർ എന്നാണ് വർക്ക് ലോഡ്. അതായത് എന്താണ് മെക്കാനിക്കൽ ആണ്, കാരണം എന്താണ് അവരുടെ വർക്ക് ലോഡ് എന്താണ് കുറയ്ക്കുവാനൊക്കെ ഉപകരിക്കുന്നതാണ് എന്താ ഈ സംഭവം. സ്റ്റാൻഡിങ് പ്ലാൻ ഈസ് ആൾസോ കോൾഡ് എന്താണ് റുട്ടീൻ പ്ലാൻ എന്ന് പറയാറുണ്ട്. ആൻഡ് സ്റ്റാൻഡിങ് ഓർ റുട്ടീൻ പ്ലാൻ ഈസ് ജനറലി ലോങ് റേഞ്ച് പ്ലാൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെ എടുക്കാറുള്ളത്. അടുത്തതാണ് സിംഗിൾ യൂസ് പ്ലാൻ. സോ സിംഗിൾ യൂസ് പ്ലാൻ ഈസ് വൺ വിച്ച് സെറ്റ്സ് എ കോഴ്സ് ഓഫ് ആക്ഷൻ ഫോർ എ പർട്ടിക്കുലർ സെറ്റ് ഓഫ് സർക്കംസ്റ്റാൻസസ് ആൻഡ് ഈസ് യൂസ്ഡ് അപ്പ് വൺസ് ദ പർട്ടിക്കുലർ ഗോൾ ഈസ് അച്ചീവ്ഡ്. എന്താണ്
അതായത് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് സെറ്റ്സ് എ കോഴ്സ് ഓഫ് ആക്ഷൻ ഫോർ എ പർട്ടിക്കുലർ സെറ്റ് ഓഫ് സർക്കംസ്റ്റാൻസസ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം എന്ത് ചെയ്യുന്ന യൂസ് ചെയ്യാവുന്ന ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയണത്, സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്. അത് എവിടെ വരെ ഉണ്ടാവുള്ളൂ, ആ പർട്ടിക്കുലർ ഗോൾ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ അവസാനിച്ചു. ദേ മേ ഇൻക്ലൂഡ് എന്താണ് പ്രോഗ്രാം, ബഡ്ജറ്റ്, പ്രോജക്ട്സ് ആൻഡ് ഷെഡ്യൂൾസ് എന്നാണ്. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായി നമുക്ക് എന്ത് ചെയ്യാൻ പറയാവുന്നതാണ്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് സ്പെസിഫിക് പ്ലാനിങ്. സിംഗിൾ യൂസ് പ്ലാനീസ് എന്താണ്, ഷോർട്ട് റേഞ്ച് ആണ്, സ്പെസിഫിക് ആണ്. കാരണം എന്താണ്, ഒരു പർട്ടിക്കുലർ സംഭവം എന്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആ പ്ലാൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടിപ്പോൾ കുറച്ചും കൂടി എന്താണ്, സ്പെസിഫിക് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് പ്ലാനിങ്ങൾ നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക.